നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വർഗീയവാദികളല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ആൾ വർഗീയവാദിയാണ്. അത് പറയുന്നത് ശരിയല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. PDP വർഗീയവാദികളല്ല, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്. മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നില്ല, വർഗീയ സംഘടനയല്ല എന്ന് അവരുടെ അമീറിനോ അല്ലെ മൗദൂദി ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞിട്ടില്ല. അവരുടെ നേതൃത്വം ആകെ അതാണ് അതിനകത്ത് പ്രശ്നം. അതായത് VD സതീശൻ പറഞ്ഞു, പക്ഷേ അവർ പറഞ്ഞില്ല. എന്താ താങ്കൾക്ക് എന്താ പറയണ്ട? അശോക് കുമാർ അദ്ദേഹം കുറെ നേരമായിട്ട് സംസാരിക്കാതിരിക്കും. അല്ല, ഈ ഒരു കാര്യത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് ഇതാണ്. നമുക്കറിയാം, രാജ്യവിഭജനത്തിന് കാരണമായ മുസ്ലിം ലീഗിനെ ദീർഘകാലം അകറ്റി നിർത്തി. ആ പേര് പറഞ്ഞിട്ട് 1967 ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മന്ത്രിസഭയിലെടുത്തത് EMS ആണ്. ആ EMSന്റെ പാതയാണ് പിന്നീട് UDF പിന്തുടർന്ന് വന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടി 10 വർഷം മുൻപ് പല സ്ഥലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ഇവരുമായിട്ട് സഹകരിച്ചിരുന്നു. PDP വർഗീയ പാർട്ടിയല്ല, മത തീവ്രവാദമില്ല എന്നാണെങ്കിൽ LDFിനോട് പറയാനുള്ളത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണം. അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ LDFിന് സാധിക്കുമോ? അതിനെ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവർ മത തീവ്രവാദ സംഘടനകളുടെ തടവറയിലാണ്. സമാനമായ നിലപാടുകളാണ് എടുക്കുന്നത്. ഹമാസ് ഇസ്രായേൽ കയറി 1100 പേരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയാൽ ഹമാസ് ചെയ്തത് എന്ത് ന്യായീകരിക്കാമെന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. അതേ സമയത്ത് സിന്ദൂർ ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഗോവിന്ദ കഥയുമാണ്. പാകിസ്ഥാനെ തെമ്മാടി രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ ഇറാന്റെ കാര്യം വരുമ്പോൾ 10 വോട്ട് കിട്ടുന്നത് കൊണ്ട് ഇസ്രായേലിന്റെ തെമ്മാടി രാജ്യമാണ്. യുദ്ധത്തിന്റെ കാര്യത്തിൽ മതതീവ്രവാദത്തിന്റെ കാര്യത്തിൽ സമാനമായ നിലപാടെടുക്കാൻ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിൽ.